നമസ്കാരം കൂട്ടുകാരെ, കാസിം ഭായി ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചുള്ള വീഡിയോ ആണ്. കാര്യം ഞായറാഴ്ച ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാലേ കുറെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ടാവും, പിന്നെ കുറച്ച് വീഡിയോ എടുക്കണം, പിന്നെ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ നടണം, മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ കുറെ പണികളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അന്നത്തെ ദിവസം ഇതൊന്നും നടക്കൂല എന്നുള്ള കേട്ടോ സത്യം. മുൻകൂർ എന്ത് കാര്യം പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കുന്നില്ല എന്നുള്ള കേട്ടോ വേറെ സത്യം. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റിൽ ഒന്ന് പറയാൻ മറക്കല്ലേ. അപ്പോഴാണ് ഇന്ന് ഞായറാഴ്ച ദിവസം ആയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മാക്ക് തീരെ വയ്യ, നല്ല ക്ഷീണമെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാന്ന് പറഞ്ഞ്. ഞായറാഴ്ച അല്ലേ, എന്താ ചെയ്യാ, നമ്മുടെ ആൻഡോ ഡോക്ടറെ കാണിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ. പക്ഷെ ഞായറാഴ്ച ദിവസം ആൻഡോ ഡോക്ടറും ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ നേരെ സർക്കാർ ആശുപത്രിയിലോട്ട് പോകുക കേട്ടോ. നമ്മുടെ കീഴ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച ഡോക്ടർമാരുണ്ടാകുമെന്ന് ശങ്കയാണ്. പക്ഷെ ഇപ്പൊ മണ്ടത്ത് പോലെയല്ലേ, ഞായറാഴ്ച ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോ എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മാക്ക് തീരെ വയ്യാത്തോണ്ട് അവര് പറഞ്ഞു ഉമ്മാനെ കാണിച്ചോളാനേ. അങ്ങനെ ഉമ്മാനെ കാണിച്ച് ഡോക്ടർ പരിശോധിച്ചു, ചെറിയ ടെസ്റ്റ് ചെയ്ത് തന്നെ ബി.പിയും അതുപോലെ തന്നെ ഒന്ന് ഷുഗറും നോക്കാന്. ബി.പി നോർമലായിരുന്നു, ഷുഗർ ഇച്ചിരി കൂടുതലായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒന്ന് ട്രിപ്പ് ഇട്ടോ, ഉമ്മാന്റെ ക്ഷീണമൊക്കെ ഒന്ന് പോട്ടെ എന്ന്. അങ്ങനെ ഉമ്മാന്റെ ട്രിപ്പ് ഇട്ട് അവിടെ കടത്തിയിട്ടോ. ഇതിന്ന് തുള്ളിയൊക്കെ വീണ് ഒരു ശരീരത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 2 മണിക്കൂറോളാവും. അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് ചായലും കുടിച്ചു. ഉമ്മാക്ക് ചൂടുവെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചു കൊടുത്തു കേട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ മാവിലെ മാങ്ങ അത് കണ്ടപ്പോ തൊട്ട് ഞാൻ എനിക്കിങ്ങനെ പിരി ഇളകാൻ തുടങ്ങിയേ. പ്രത്യേകിച്ച് കിളിച്ചുണ്ട മാങ്ങയാണ്. കിളിച്ചുണ്ട മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്ക് കടിച്ചു തിന്നുന്നത്. അപ്പൊ അതെല്ലാം കുറെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നപ്പോഴത്തേക്ക് സമയം ഏകദേശം അങ്ങനെ പോയിക്കൊണ്ടിരുന്നേ. അങ്ങനെ അവസാനം നമ്മളിതാ പിന്നെ വീട്ടിൽ തിരിച്ചെത്തി. ഉമ്മാക്ക് ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് ക്ഷീണമൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ മരുന്ന് തന്ന് വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അങ്ങനെ എന്തായാലും വീട്ടിൽ വന്നവിടെ ഞാൻ അവിടുന്ന് തോണ്ടിപ്പെറുക്കി 2 മാങ്ങ കൈക്കിലാക്കി കേട്ടോ. വന്നപാടെ അത് പൊളി തിന്നാണ്. എനിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. ഉമ്മ പറഞ്ഞു ഒരു മാങ്ങ എടുത്ത് മാറ്റി വെക്കണം, നമുക്ക് ചമ്മന്തി അരക്കാം. ഞാൻ തരില്ല പറഞ്ഞ 2 മാങ്ങ ഞാൻ തന്നെ കടിച്ചു തിന്നു കേട്ടോ. അതിനകത്ത് കുറച്ച് ഉപ്പും എന്താ പറയാ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാ തിന്നട്ടോ. ഇത് പറയുമ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നിങ്ങക്ക് വേണം മാങ്ങ? നിങ്ങൾക്കൊക്കെ മാങ്ങ ഉണ്ടോ ഇപ്രാവശ്യം? നമുക്ക് വീട്ടിൽ മാവുണ്ടെങ്കിലും മാങ്ങയൊന്നും ഇല്ലേ. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തരുന്ന തിന്നും, പിന്നെ കടയിൽ നിന്ന് ഇടയ്ക്ക് മേടിച്ചു തിന്നും. അങ്ങനെ പെരക്കെത്തിയപ്പോ സത്യം പറഞ്ഞാൽ തിന്നാനൊന്നും ഇല്ലായിരുന്നു. ഉമ്മാക്ക് വയ്യാത്തോണ്ടും പിന്നെ രാവിലത്തെ ഞങ്ങൾ ആശുപത്രി പോയതുകൊണ്ട് വീട്ടിലൊന്നും തിന്നാണ്ടാക്കിയില്ല കേട്ടോ. അപ്പൊ തലേദിവസം ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് എന്താ പറയാ ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് കുറച്ച് എടുത്ത് തിന്നു. പിന്നെ ഉമ്മ കുറച്ച് കഞ്ഞിവെള്ളം എല്ലാം കുടിച്ച് ക്ഷീണമായിട്ട് ഉമ്മ പോയി പിന്നെയും കടന്നേ. അങ്ങനെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസേ കുറച്ച് ദിവസം ലീവൊക്കെ ആയപ്പോ മുറ്റത്ത് കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് പണികളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം വിചാരിച്ചാണ്. സത്യം പറഞ്ഞാൽ നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാ പയറുമണികളും കിളുത്തെങ്കിലും അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പടവലത്തിന്റെ വിത്തും കൂടി നട്ടിട്ടുണ്ടായിരുന്നു. പടവലം ഒന്നും കിളുത്ത കണ്ടില്ല. പിന്നെ കുറച്ച് മത്തൻ നട്ടിട്ടുണ്ട്. മത്തനും കിളുത്തില്ല കേട്ടോ. എന്താന്നറിയില്ല, ഇനിയിപ്പോ ഇങ്ങനെ മഴ ആയതുകൊണ്ടാണെന്ന് അറിയില്ലേ. അങ്ങനെ കുറേ നോക്കിയപ്പോതാ ഒരു ചെറിയൊരു കുഞ്ഞനിതാ ഇങ്ങനെ കിളുത്ത് പൊന്തി വരുന്നുണ്ടേ. കണ്ടില്ലേ, ഇത് പടവലാണ് കേട്ടോ. ബാക്കി ഒരാളും കെളുത്തിട്ടില്ല. ബാക്കി എല്ലാവരും മണ്ണിന്റെ ഉള്ളിൽ മയ്യത്തായി പോയെന്ന് സംശയമുണ്ട്. ഇനിയിപ്പോ അവർക്ക് ഭൂമിയിലോട്ട് വരാനുള്ള മടി കാരണം ഒളിച്ചിരിക്കാണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എന്തായാലും ഒരു ആശ്വാസത്തിന് നമ്മുടെ പയറെല്ലാം കെളുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ കാന്താരി നിൽപ്പുണ്ടേ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ മൈസൂർ വാഴ കുഴച്ചിക്കണ്. അപ്പൊ അതിനകത്ത് ചുണ്ടിൽ നിന്ന് ഇതുപോലെ ഒരു സാധനം വീഴുവേ, അതിന്റെ പൂവ്. അപ്പൊ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ തേനുണ്ടോ എന്ന് ഇങ്ങനെ കുടിച്ചു നോക്കും. ചിലപ്പോ തേൻ കിട്ടും കേട്ടോ. ചിലപ്പോ ഇച്ചിരി കയ്പൊക്കെ ആയിരിക്കും. പക്ഷെ തേനും കയ്പും എല്ലാം കൂടി ചേർത്ത് രുചിയായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് തേൻ കിട്ടിയപ്പോ അത് വേഗം ഞാൻ കുടിച്ചേ. ഇത് നോക്കാണീ നമ്മളെ ചെത്തി നിക്കണേ. ചെത്തി നല്ല ചെത്തായിട്ടുണ്ടല്ലേ. ഈ സത്യം പറഞ്ഞ ഇത് കൊത്തി കളഞ്ഞായിരുന്നു ഞാന്. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല ഈ ചെത്തി എന്ന് പറയുന്നത്. ഇഷ്ടമില്ലായില്ല, കാരണം എനിക്ക് ചെറിയ ചെറിയ ചെടികളോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ അത് വീണ്ടും മഴ പെയ്യപ്പോ കിളുത്തിട്ട് അത് വീണ്ടും പൂവായി. അതുകൊണ്ട് ഞാൻ ഈ കൊത്തി കളയണ്ടെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. മുറ്റത്തൊക്കെ നിറച്ച് കാടായില്ല മഴ പെയ്തപ്പോഴത്തേക്കും. പക്ഷെ ഈ കാട് ഞാൻ ചെത്തിത്തെ കളയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാവോ? ഈ കാണുന്ന ചെടി ഏതാന്ന് മനസ്സിലായോ?
കഴിഞ്ഞ പ്രാവശ്യം മുറ്റത്തെ ഒരുപാട് കാക്കപ്പൂവിന്റെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു, പല നിറത്തിലുള്ള. അപ്പൊ അതെല്ലാം ഇതുപോലുള്ള കാക്കപ്പൂവ്. അപ്പൊ അവരെല്ലാം അവിടെ വീണ് അതിന്റെ വിത്ത് വീണ് കിളുത്തിട്ടുണ്ട്. അത് കുറച്ച് പൊക്കം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് നടാൻ വിചാരിച്ചു. അങ്ങനെ ഈ പ്രാവശ്യം ചക്കക്കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം ഈ പ്ലാവുണ്ടായിരുന്ന 3 ചക്കയും താഴെ വീണ് ചീത്തയായിപ്പോയി. ഇത് കുഴച്ചക്കയായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ആരും പറിച്ചില്ല. പിന്നെ ഉമ്മാക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് റൂമിലോട്ട് വന്ന് നോക്കിയപ്പം ഉമ്മ കടന്ന് ഉരുണ്ട് പറയുന്നുണ്ട്. ക്ഷീണം നല്ല കുറവൊന്നും ഇല്ല, അതിനിടയ്ക്ക് എന്തെല്ലോ കാര്യങ്ങളും ഉമ്മ പറയുന്നുണ്ട്. ഉമ്മ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നും കൂടി അടിച്ചു വാരി തുടക്കണ, അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം. എത്ര വയ്യാന്ന് പറഞ്ഞാലും അടിച്ചു വാരി തുറക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് ഉമ്മാക്ക് ശീലമായിട്ടുണ്ട്. അങ്ങനെ ഞാനേ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് മേടിച്ച് ഫ്രിഡ്ജ് വെച്ച മത്തി എടുത്തിട്ട് കറി വെക്കാൻ നോക്കിയേ. ചോറ് നേരത്തെ ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് ചോറ് വെക്കാന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുപ്പത്ത് പോയിട്ട് ചോറും കലത്തിൽ നോക്കിയപ്പോ എന്താണെന്നറിയുമോ, ഇന്നലത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. എന്തായാലും അത് കുറച്ച് ഊറ്റി തിന്നാം, പിന്നെ കുറച്ച് ചോറ് വെക്കും ചെയ്യാന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്ന മത്തി എന്തായാലും ഞാൻ കറിയാക്കി വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മത്തി പൊരിക്കുന്നുണ്ട്. അങ്ങനെ പുന്നാര മക്കളെ, ഈ ചട്ടിയിലോട്ട്, എണ്ണ ചൂടായ ചട്ടിയിലോട്ട് ഈ ഒരു മീനങ്ങോട്ട് ഇടുമ്പോ ഒരു മണം വരാനുണ്ട്. എന്റെ പുന്നാര മക്കളെ, അന്നേരം കിട്ടുന്ന ഒരു ഫീലൊന്നും വേറെ ഒന്നിനും കിട്ടൂല കേട്ടാ. അപ്പൊ അങ്ങനെ ഉള്ള ചോറൊക്കെ വാരി വലിച്ച് തിന്നിട്ട് ഞാൻ വീണ്ടും മുറ്റത്തോട്ട് ഇറങ്ങി. നമ്മുടെ മൾബറിയിലേ കുറേ മൾബറിക്ക് ഉണ്ടായിട്ടോ. അപ്പൊ കുറേയൊക്കെ അപ്പുറത്ത് കുട്ടികളൊക്കെ പറിച്ചു. അപ്പൊ എനിക്ക് ഇത്തിരി പഴുത്ത് ഇഷ്ടമല്ല. ഇച്ചിരി പഴുക്കുന്നതിന് മുമ്പത്തെ ആ ചെനച്ചിരിക്കുന്നില്ല, ചുമന്ന നിറത്തിലുള്ള മൾബറിക്ക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് നുള്ളിപ്പറക്കി തിന്നാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഇതാ പെരും മഴ വരുന്നുണ്ട്. മഴ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ല, മഴന്റെ കൂടെ കുറെ കാറ്റും ഇടിയും ഒക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. വലിയ കാറ്റ് വന്ന് എനിക്കും വെച്ചിക്കും പേടി. ഞാനുമ്മ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരിക്കുവേ. കാരണം ഷീറ്റ് ആയതുകൊണ്ടേ നമ്മളെ പേരെ എടുത്തടിക്കും. ഇതെല്ലാം കൂടി തലയിൽ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആ ഫോളോ ബട്ടൺ അങ്ങോട്ട് അമർത്തി വെച്ചോളി, എന്നാലേ നമ്മളിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്തായാലും. അതുപോലെ യൂട്യൂബിൽ കാണുന്ന കൂട്ടുകാര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷവുമായി കാസിംബായി വീണ്ടും വരാതെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി സ്നേഹത്തോടു കൂടി ടാറ്റാ ബൈ ബൈ.